ഗൈസ് ഞാൻ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം. കേട്ടാ, ഈ സൗണ്ടുള്ള ഇതിനെ ഇളക്കി കാണിച്ചു തരാം എന്താണ് പറ്റിയത് എന്ന്. കണ്ടോ, ഇതിൻ്റെ ഫാൻ, കൂളിംഗ് ഫാൻ അത് മൊത്തം പൊട്ടിപ്പോയി. ഇത് കൂളിംഗ് ഫാൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. ഇങ്ങനെ പൊട്ടിപ്പോയതുകൊണ്ടാണ് ബാലൻസ് മാറിയിട്ട് സൗണ്ട് വരുന്നത്. ഇത് പൊട്ടാനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞു തരാം. ഗ്രൈൻഡർ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കോയിൽ ആർമിച്ചർ കൂളിംഗ് ആവാൻ വേണ്ടിയാണ് കൂളിംഗ് ഫാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഹോൾ കണ്ട, ഇത് ആ ഫാൻ കറങ്ങുമ്പോൾ വായു അകത്തോട്ട് വലിച്ചെടുക്കാനുള്ള ഒരു ഹോളാണ്. ഇത് ആ ഫാൻ കറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായി വലിച്ചെടുത്തോളും. സാധനം കട്ട് ചെയ്ത ഉടനെ മിഷൻ ഇങ്ങനെ തറയിൽ വെക്കും. അതുപോലെ പ്ലെയിൻ പ്ലേസിൽ തറയിൽ വെക്കുമ്പോൾ കുഴപ്പമില്ല. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മുറ്റത്താണെങ്കിൽ മണൽത്തരികൾ, കല്ല് ഇതുപോലെ സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഫാന് അകത്തോട്ട് വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ മണൽത്തരികളും കല്ലാണെങ്കിൽ കല്ല് അകത്തോട്ട് കയറിപ്പോകും. ഈ കല്ല് കയറിപ്പോയാലാണ് അതിൻ്റെ ഈ ഫാനിൻ്റെ ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ കയറി കിടക്കും. അത് കറങ്ങുമ്പോൾ ആ സൈഡിലടിച്ച് എല്ലാം പീസായി പോകും. കണ്ട, ഇതുപോലെ ഉണ്ടായിരുന്ന ഫാനാണ് അത്. ഇനിയിപ്പോൾ അതിൻ്റെ ഫാൻ മാത്രമായിട്ട് വാങ്ങാൻ കിട്ടില്ല. ഈ കമ്പനിയുടെ ഫാൻ മാത്രമായിട്ട് കിട്ടില്ല. ഏത് കമ്പനിയുടേതും ഫാനായിട്ട് കിട്ടില്ല. പക്ഷെ വേറെ സൂട്ടാവും. പക്ഷെ ഇതിന് ഈ മോഡൽക്ക് സൂട്ടാവുന്ന ഒരു പഴയ ആർമിച്ചർ പോലെ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ പുതിയ ആർമിച്ചർ തന്നെ മാറണം. ഇപ്പോൾ കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞില്ല, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. ഓക്കെ, താങ്ക് യു.